ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഒരിടത്ത് നന്മയും ദയയുമുള്ള ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടും മക്കളോടും കൂടെ ജീവിച്ചിരുന്നു. എന്നും ആ സ്ത്രീ വീട്ടിലുള്ളവർക്ക് കൂടാതെ ഒരു റൊട്ടി കൂടി ഉണ്ടാക്കി ആരെങ്കിലും വിശക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീടിൻ്റെ ജനാലയ്ക്കൽ വയ്ക്കുമായിരുന്നു. എന്നും ഒരു കൂനുള്ള വൃദ്ധൻ ആ റൊട്ടിയെടുത്ത് ഭക്ഷിക്കുമായിരുന്നു. ഒരിക്കലും അയാൾ നന്ദി പറഞ്ഞിരുന്നില്ല. പകരം അയാൾ റൊട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വയം പറയും, നീ മോശമായത് ചെയ്താൽ അത് നിന്നോടൊപ്പം ഉണ്ടാകും, നന്മ ചെയ്താൽ അത് നിന്നിലേക്ക് തിരികെ വരും. ഇയാൾ ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ആ സ്ത്രീക്ക് ഒരിക്കലും മനസ്സിലായില്ല. അവർക്ക് അയാളോട് ദേഷ്യം തോന്നി. അതിനാൽ ഒരു ദിവസം അവൾ ഉണ്ടാക്കുന്നത് എക്സ്ട്രാ റൊട്ടിയിൽ അവൾ വിഷം ചേർത്തു. എന്നാൽ പെട്ടെന്ന് അവളുടെ ഹൃദയം അവളെ ശാസിച്ചു. അവൾ ദുഃഖിച്ച് കരഞ്ഞു. ആ റൊട്ടിയെടുത്ത് അവൾ തീയിലിട്ടു. എന്നിട്ട് ഏറ്റവും ശുദ്ധമായ മറ്റൊരു റൊട്ടി ഉണ്ടാക്കി ജനാലയ്ക്കൽ വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ജോലി അന്വേഷിച്ച് തൻ്റെ വീട്ടിൽ നിന്നും പോയ മകൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് അതാ വീട്ടിലേക്ക് വരുന്നു. അവൻ വളരെ ക്ഷീണിതനും വസ്ത്രം മുഷിഞ്ഞതും കീറിയതുമായിരുന്നു. അവന് ജോലിയൊന്നും ലഭിക്കാതെ അലയുകയായിരുന്നു. ഒരു ദിവസം അവൻ റോഡിൽ തളർന്നു വീണു. അപ്പോൾ ഒരു കൂനുള്ള വൃദ്ധൻ തൻ്റെ റൊട്ടി അവന് കൊടുത്തു. ഒരു വിധത്തിൽ അവൻ വീട്ടിലെത്തി. വിവരങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. ആ സ്ത്രീ വളരെ കരഞ്ഞു. അന്ന് ആ വിഷമുള്ള റൊട്ടി അയാൾ കൊണ്ടുപോകാൻ ഇടയായിരുന്നെങ്കിൽ അത് ഭക്ഷിക്കുന്നത് തൻ്റെ മകൻ ആയിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അയാൾ പറഞ്ഞത് മനസ്സിലായി. നീ തിന്മ ചെയ്താൽ അത് നിൻ്റെ ഒപ്പം ഉണ്ടാകും, നന്മ ചെയ്താൽ അത് നിന്നിലേക്ക് തന്നെ തിരികെ വരും. എത്ര വലിയ സത്യമാണ്! നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തികളുടെ ആകെത്തുകയാണ്. നമ്മുടെ പ്രവൃത്തികളാകട്ടെ നമ്മുടെ ചിന്തയുടെ പ്രതിഫലനവും. ആകയാൽ നല്ലത് ചിന്തിക്കുവാനും അതിനനുസരണം നല്ലത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. നല്ല ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം തന്നെ മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുക എന്നതാവണം. അപ്പോൾ മാത്രമേ നല്ലത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കൂ. ഈ പ്രഭാതത്തിലെ ഈ ചെറിയ ചിന്ത നന്മ ചിന്തിപ്പാൻ കഴിയും വിധം നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുവാനായി നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. മറ്റുള്ളവർക്കൊരിക്കലും തിന്മ ചെയ്യാതെ ഞങ്ങളാലാവും വിധം നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിലെ ഈ ഒരു ചിന്ത ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.